നമസ്കാരം. ഇന്ന് വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നേ ദിവസം മഹാഭാഗ്യം തേടിയെത്തുന്ന ഒരു ദിവസമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇന്നേ ദിവസം ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായി ഭവിക്കും. അതേക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഫെബ്രുവരിയിലെ ഈ ഞായറാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞായറാഴ്ചയും സപ്തമിയും ചോദ്യ നക്ഷത്രവും ഒത്തുചേരുന്ന വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന്. ഗ്രഹങ്ങളുടെ ഈ അപൂർവ സംഗമം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായ പല വിധത്തിലും നേരിട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങളെ അകറ്റുവാൻ ഏറ്റവും ഉത്തമമായ ഒരു ദിവസം തന്നെയാണ്. ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ആ വിഷമകരമായ കാര്യങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കാവുന്ന ഒരു ദിവസം. ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം ഇരട്ടിപ്പിക്കുവാനും ഗുണകരമായ, അതായത് അനുഭവിച്ചു പോരുന്ന ആ പ്രശ്നങ്ങളിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്നതിനും ഞാൻ ഈ പരാമർശിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ ഇന്നേ ദിവസം വീടുകളിൽ പ്രവർത്തിക്കുന്നതും നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ്. ഇന്നേ ദിവസം ഞായറാഴ്ച ആയതിനാൽ തന്നെ സാക്ഷാൽ സൂര്യഭഗവാന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവസമാണ്. ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ടതായ ദിവസം. അതിനാൽ തന്നെ ഇന്നേ ദിവസം സൂര്യഭഗവാന് അതിരാവിലെ തന്നെ ഉണർന്ന് ജലസമർപ്പണം ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു കാര്യം തന്നെയാണ്. ഞായറാഴ്ച സൂര്യന് പ്രാധാന്യമുള്ള ദിവസമാണ്. അതിനാൽ അതിരാവിലെ ഉണർന്ന് കുളി കഴിഞ്ഞ് സൂര്യഭഗവാന് ജലം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ആയുരാരോഗ്യ സൗഖ്യം നിങ്ങൾക്ക് പ്രദാനം ചെയ്യും എന്നുള്ളതാണ്. ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എത്ര വലിയ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം, അത് ആയുസ്സുമായി ബന്ധപ്പെട്ട് ഉയർച്ച, കൂടാതെ നിങ്ങളുടെ ആയുരാരോഗ്യം വർദ്ധിക്കുന്നതിനും സഹായകരമായി തീരും. അതിനാൽ സൂര്യദേവന് ഇന്നേ ദിവസം ജലസമർപ്പണം ഏറ്റവും വിശേഷമാണ്. ഇനി ഇന്നേ ദിവസം ജപിക്കേണ്ടതായ മന്ത്രങ്ങളെക്കുറിച്ച് പിന്നീടാണ് എങ്കിലും പരാമർശിക്കാം. ഇന്നേ ദിവസം പരമശിവന് പ്രാധാന്യമുണ്ട്. പഞ്ചാക്ഷരി മന്ത്രം നിങ്ങൾ ജപിച്ച് ഓം നമഃശിവായ എന്ന് ജപിച്ചുകൊണ്ട് ശിവക്ഷേത്രത്തിൽ ഇന്നേ ദിവസം ദർശനം നടത്തുകയാണ് എങ്കിൽ അത് ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നു. ശിവക്ഷേത്ര ദർശനം നടത്തുകയും ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ പോയി കൂവള അർച്ചന നടത്തുന്നതും നെയ്വിളക്ക് തെളിയിക്കുന്നതും ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ്. ഇത് നിങ്ങൾക്ക് മനസമാധാനം, ജീവിതത്തിൽ എത്രമേൽ ടെൻഷനുണ്ട് എങ്കിലും അതെല്ലാം അകറ്റി മനസമാധാനം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ്. ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും അകറ്റുവാൻ സാധിക്കും. അതിനാൽ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് തന്നെ ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. കൂവള അർച്ചനയും നെയ്വിളക്കും തെളിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അഥവാ ഈ കാര്യങ്ങൾ നിങ്ങൾ രാത്രി സമയത്താണ് കേൾക്കുന്നത് എങ്കിൽ, രാത്രിയിലാണ് എങ്കിലും നിങ്ങൾക്ക്, അതായത് സന്ധ്യാവേളയിലോ രാത്രിയിലോ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നിങ്ങൾക്ക് കൂടുതൽ ഉത്തമമായി തീരും. അതിനാൽ ഇന്നേ ദിവസം ഈ ഒരു കാര്യത്തിനും പ്രാധാന്യം നൽകണം. ഇന്നേ ദിവസം നരസിംഹസ്വാമിക്കും പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. അതിനാൽ സ്വാമിക്ക് ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഒരു കാര്യം പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അത് ഭഗവാന്റെ അനുഗ്രഹം ഇരട്ടിപ്പിക്കുന്നതിന് സഹായകരമായി തീരും. ശത്രുദോഷങ്ങൾ മാറുവാനും കാര്യതടസ്സങ്ങൾ അകലുവാനും നരസിംഹസ്വാമിക്ക് പാനകം നിവേദിക്കുന്നത് വളരെ ഉത്തമമാണ്. അതിനാൽ ഇന്നേ ദിവസം ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിച്ചു പോരുന്ന ആ ദോഷകരമായ ഫലങ്ങൾ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് ഭഗവാനിൽ ഇന്നേ ദിവസം ആശ്രയം
നിങ്ങൾക്ക് നേടാവുന്നതാണ്. അതിനായി ഭഗവാന് പാനകം ഇന്നേ ദിവസം നിവേദിക്കുന്നത് ഉത്തമമാണ്. അത് അതിരാവിലെയാണ് എങ്കിലും അതല്ല സന്ധ്യാസമയത്താണ് എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. അതിനാൽ ഈ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു കാര്യം പ്രവർത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. ഒപ്പം നരസിംഹ മന്ത്രം ജപിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. നരസിംഹ മന്ത്രം ജപിക്കുന്നതിലൂടെ ഭഗവാന്റെ സംരക്ഷണവും നിങ്ങളിലേക്ക് കടന്നു വരും എന്നതാണ് വാസ്തവം. ഇന്നേ ദിവസം ലളിതമായ ഈ പരിഹാരങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്നതായ ആ ദോഷകരമായ ഫലങ്ങളെ തീർച്ചയായും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇന്നേ ദിവസം ഈ മന്ത്രങ്ങൾ, ഈ പരാമർശിക്കാൻ പോകുന്ന മന്ത്രങ്ങൾ നിങ്ങൾക്ക് അതിരാവിലെയാണ് എങ്കിലും ജപിക്കാം. അതല്ല സന്ധ്യാവേളയിലാണ് എങ്കിലും നിങ്ങൾക്ക് ജപിക്കുവാൻ സാധിക്കും. നിങ്ങൾ കേൾക്കുന്നതായ ആ സമയത്ത് തന്നെ ഈ മന്ത്രജപം നടത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്രകാരം ചെയ്യുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഐശ്വര്യവർദ്ധനവിന് ഉത്തമമായ ഒരു കാര്യമാണ്. ഇന്നേ ദിവസം ജപിക്കേണ്ട മന്ത്രങ്ങളിലൊന്ന് ശിവമന്ത്രമാണ്. ഓം നമഃശിവായ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ടതായ മന്ത്രം ഇന്നേ ദിവസം നിങ്ങൾ തീർച്ചയായും ജപിക്കണം. 108 തന്നെ ജപിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. ഇന്നേ ദിവസം 108 തന്നെ ജപിക്കുക. അത് രാത്രിയിലാണ് എങ്കിലും ജപിക്കാം. ഇന്നേ ദിവസം സൂര്യഭഗവാന്റെ മൂലമന്ത്രം ജപിക്കുന്നതും ഉത്തമമാണ്. സൂര്യഭഗവാന്റെ മൂലമന്ത്രം ഇപ്രകാരമാണ്: ഓം ഹ്രാം ഹ്രീം സ രവയേ നമഃ. 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 ഓം ഹ്രാം ഹ്രീം സ രവയേ നമഃ എന്നാണ്. ഈ മന്ത്രവും ഇന്നേ ദിവസം ജപിക്കാം. കൂടാതെ ഓം സൂര്യായ നമഃ എന്ന മന്ത്രവും ഇന്നേ ദിവസം നിങ്ങൾക്ക് 108 ജപിക്കുവാൻ സാധിക്കുന്ന മന്ത്രമാണ്. ഇന്നേ ദിവസം ഈ മന്ത്രജപത്തിന് പ്രാധാന്യം നൽകണം. ഇന്നേ ദിവസം നിങ്ങൾ ജപിക്കേണ്ട മറ്റൊരു മന്ത്രം നരസിംഹസ്വാമിയുടെ മൂലമന്ത്രം തന്നെയാണ്. നരസിംഹസ്വാമിയുടെ മൂലമന്ത്രം ഇന്നേ ദിവസം ജപിക്കുന്നത് ഐശ്വര്യവർദ്ധനവിന് ഉത്തമമാണ്. കൂടാതെ ശത്രു സംരക്ഷണവും നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കും. ഭഗവാന് മുൻപ് പരാമർശിച്ച പോലെ ആ കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് തന്നെ ഇന്നേ ദിവസം പ്രാർത്ഥിക്കണം. ഓം ക്ഷൗ നമഃ. ഓം ക്ഷൗ നമഃ. ഓം ക്ഷൗ നമഃ എന്നാണ്. ഈ മന്ത്രം ഇന്നേ ദിവസം നിങ്ങൾ ജപിക്കുകയാണ് എങ്കിൽ അത് സർവ്വ ഐശ്വര്യപ്രദമായ മന്ത്രം തന്നെയാണ്. ഭഗവാന്റെ അനുഗ്രഹം, സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാം. ഈ മന്ത്രങ്ങൾ ഇന്നേ ദിവസം വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന മന്ത്രങ്ങളാണ്. തീർച്ചയായും ഈ ഒരു മന്ത്രജപത്തിലൂടെ മാത്രം നിങ്ങൾക്ക് പെട്ടെന്ന് ഐശ്വര്യപൂർണമായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. അതിനാൽ ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഈ മന്ത്രം ജപിക്കുമ്പോൾ വളരെ അനിവാര്യമായ കാര്യമാണ്. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾ വിളക്ക് തെളിയിക്കുമ്പോൾ വെളുത്ത പുഷ്പങ്ങളും ചുവന്ന പുഷ്പങ്ങളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും ഐശ്വര്യവർദ്ധനവിന് ഏറ്റവും വിശേഷമാണ്. അതിനാൽ ആ ഒരു കാര്യത്തിനും പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ രാത്രിയിലാണ് ഈ കാര്യങ്ങൾ കേൾക്കുന്നത് എങ്കിൽ രാത്രിയിലാണ് എങ്കിലും ഈ മന്ത്രങ്ങൾ നിങ്ങൾക്ക് ജപിക്കാവുന്നതുമാണ്. കൂടാതെ ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകാഗ്രത അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കേണ്ട ആ പോസിറ്റീവായ ഊർജം, ആ അനുഗ്രഹങ്ങൾ, സംരക്ഷണം നിങ്ങൾ ഈ മന്ത്രജപത്തിലൂടെയും ഈ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിലൂടെയും നേടിയെടുക്കുക തന്നെ ചെയ്യും. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങുക.